അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നല്ലൊരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ചില്ല് പോലെയുള്ള ഹൽവ നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണേ. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു. ശേഷം വീണ്ടും 1/2 കപ്പ് ചേർത്തിട്ടാണ് മിക്സ് ചെയ്തത് കേട്ടോ. നല്ല പോലെ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് നമ്മൾ സാധാരണ പച്ചവെള്ളം ചേർത്താൽ മതി കേട്ടോ. ചൂടുവെള്ളം ചേർക്കുമ്പോൾ കോൺഫ്ലവർ പെട്ടെന്ന് കട്ട പിടിക്കും. അതുകൊണ്ട് നമ്മൾ സാധാരണ പച്ചവെള്ളത്തിലാണ് ഇത് മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. ഇനി നമുക്കിത് കുറച്ച് സമയത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പത്തേക്ക് ഒരു ഉരുളി വെച്ച് അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ല പോലെ മിക്സാക്കി എടുക്കണേ. ഈ പഞ്ചസാര നല്ലപോലെ മെൽറ്റായിട്ട് വരണം കേട്ടോ. അതുവരെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അപ്പോൾ പഞ്ചസാര നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ കോൺഫ്ലവർ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ശേഷം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നല്ല പോലെ ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. സ്റ്റോപ്പ് ചെയ്യാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ കോൺഫ്ലവർ പെട്ടെന്ന് കട്ട പിടിക്കും. നിർത്താതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നായി കിട്ടും. അധികം ടൈമൊന്നും എടുക്കില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ എത്ര പെട്ടെന്നായി നോക്കിയേ. ഈ ഒരു ഹൽവ തയ്യാറാക്കാൻ തന്നെ മൊത്തത്തിൽ 20 മിനിറ്റ് നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ. ഇതിലേക്ക് നമുക്ക് ഇനി കളർ ആഡ് ചെയ്യാം. കളർ ആഡ് ചെയ്യാത്തവർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാൻ റെഡ് കളറാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. റെഡ് കളറ് ഒരു ഡ്രോപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് സാധാരണ നമ്മൾ ബീട്രൂട്ടൊക്കെ അരച്ചിട്ട് അതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ഫുഡ് കളറാണ് കേട്ടോ യൂസ് ചെയ്തത്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് നാരങ്ങാനീരും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് മെയിനായിട്ടുള്ള പണി എന്ന് പറയുന്നത് ഈ മിക്സ് ചെയ്യലാണ് കേട്ടോ. ശേഷം ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് വീണ്ടും നമ്മളിത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്താലോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അണ്ടിപ്പരിപ്പും ബദാമാണ് ഉള്ളത്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് പിസ്തയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ പിസ്ത ഇല്ലാത്തതുകൊണ്ട് ഈ 2 നട്ട്സാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നിർത്താതെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇളക്കലാണ് കേട്ടോ. ഇനി നമ്മുടെ ഉരുളിയിൽ നിന്ന് നമ്മുടെ ഹൽവ വിട്ട് വരുന്ന പരുവം വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇതേപോലെ നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഏകദേശം ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ നമ്മുടെ ഉരുളിയിൽ നിന്ന് നമ്മുടെ ഈ ഹൽവ വിട്ട് വരുന്ന പരുവത്തിൽ നമുക്ക് പാത്രത്തിലേക്ക് ഇത് മാറ്റാനായിട്ടോ. ഇനി ഞാനൊരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഹൽവേൻ്റെ മിക്സ് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. എത്ര പെട്ടെന്നായി നോക്കിയേ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പെട്ടെന്നൊരു ഹൽവയൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഹൽവയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എൻ്റെ അഭിപ്രായം എന്നോട് വന്ന് പറയണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ 2 തവണ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 4 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ ആയിട്ട് വെക്കണം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് മുറിച്ച് കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ കുറച്ചുകൂടി ഇത് സെറ്റാവാനുണ്ട് കേട്ടോ. അപ്പം ഞാനതൊന്ന് കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം നിങ്ങളോട് പറയാവേ.